സർ, UPA സർക്കാർ കൊണ്ടുവന്ന രാജ്യത്തിന് തന്നെ മാതൃകയായ പദ്ധതിയാണ് തൊഴിലുറപ്പ് പദ്ധതി. സർ, എന്നാൽ കഴിഞ്ഞ വർഷം കേരളത്തിൽ തൊഴിലുറപ്പ് എടുക്കുന്നവരുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവാണ് കാണപ്പെടുന്നത്. സർ, ഏകദേശം 1.5 ലക്ഷം പേരാണ് തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് ഒഴിവായിരിക്കുന്നത്. സർ, പുതുതായി രജിസ്റ്റർ ചെയ്യുന്നവരുടെ എണ്ണത്തിലും കുറവ് വന്നിട്ടുണ്ട്. സർ, ഏത് സാഹചര്യത്തിലാണ് ഇത്രയും വലിയ കുറവ് വന്നത് എന്ന് ഗവൺമെൻറ് പരിശോധിച്ചിട്ടുണ്ടോ? സർ, 24-25 വർഷത്തേക്ക് 10.5 കോടി തൊഴിൽ ദിനങ്ങളുടെ പ്രപ്പോസലാണ് സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിൻ്റെ മുമ്പിൽ വെച്ചത്. ആ 10.5 കോടി തൊഴിൽ ദിനങ്ങൾ നമ്മൾ ആവശ്യപ്പെട്ടപ്പോൾ അനുവദിച്ചത് 6 കോടി തൊഴിൽ ദിനങ്ങൾ മാത്രമാണ്. പക്ഷേ ഇപ്പോൾ 19/3/25 വരെയുള്ള കണക്കനുസരിച്ച് 8.57 കോടി തൊഴിൽ ദിനങ്ങൾ അനുവദിച്ചതിൻ്റെ 146% തൊഴിൽ ദിനങ്ങൾ സംസ്ഥാനം സൃഷ്ടിച്ചിട്ടുണ്ട്. പക്ഷേ കേന്ദ്ര സർക്കാർ 6 കോടി മാത്രമേ അനുവദിച്ചുള്ളൂ എന്നതുകൊണ്ട് തന്നെ വലിയ ഒരു തുക കുടിശ്ശികയാക്കി നിർത്തിയിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ലഭിക്കാനുള്ള കുടിശ്ശികയുടെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ വേതന ഇനത്തിൽ കുടിശ്ശിക 578.125 കോടി രൂപയാണ്. മെറ്റീരിയൽ ഘടകമിനത്തിൽ 57.3148 കോടി രൂപയും ഭരണച്ചെലവ് ഘടകമിനത്തിൽ 176.5367 കോടി രൂപയും കുടിശ്ശികയാണ്. ആകെ നോക്കിയാൽ കേന്ദ്രത്തിൽ നിന്ന് തൊഴിലുറപ്പ് പദ്ധതിയിൽ കേരളത്തിന് ലഭിക്കാനുള്ള കുടിശ്ശിക 811.977 കോടി രൂപയാണ്. ഇത്രയും വലിയ കുടിശ്ശിക, അതിൽ ഗണ്യമായൊരു കുടിശ്ശിക 578 കോടി കൂലി ഇനത്തിലാണ്. അപ്പം അത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഇപ്പം നമ്മൾ ഈ വർഷം കഴിഞ്ഞ തവണ 10.5 കോടി ആവശ്യപ്പെട്ടു, 6 കോടി അനുവദിച്ചു, 8.57 കോടി നമ്മൾ സൃഷ്ടിച്ചു, ബാക്കി അനുവദിച്ചിട്ടില്ല. 25-26 ലേബർ ബജറ്റ് പ്രപ്പോസൽ നമ്മൾ 11 കോടി തൊഴിൽ ദിനങ്ങൾ ആവശ്യപ്പെട്ടു, അനുവദിച്ചത് വെറും 5 കോടിയാണ്. എന്ന് പറഞ്ഞാൽ ആവശ്യപ്പെട്ടതിൻ്റെ പകുതിയിൽ താഴെ. കഴിഞ്ഞ വർഷം 6 കോടി അനുവദിച്ചപ്പോൾ ഇത്തവണ വീണ്ടും വെട്ടിക്കുറച്ചു. ഇതാണ് കേന്ദ്ര സർക്കാരിൻ്റെ സമീപനം. ഈ സമീപനമാണ് തൊഴിലുറപ്പ് പദ്ധതിയുടെ നടത്തിപ്പിനെ കേരളത്തിൽ ബാധിക്കുന്നത്. ഇതെല്ലാം ഉണ്ടായിട്ടും ഇന്ത്യയിൽ ഏറ്റവും നന്നായി തൊഴിലുറപ്പ് പദ്ധതി നടപ്പാക്കുന്ന സംസ്ഥാനം കേരളമാണ്. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം കേന്ദ്ര ഗവൺമെൻറ് തൊഴിലുറപ്പിനെ ആസൂത്രിതമായി ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നു എന്നതാണ്. നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. ഓരോ യൂണിയൻ ബജറ്റ് വരുമ്പോഴും തൊഴിലുറപ്പിനുള്ള വിഹിതം ആനുപാതികമായിട്ട് വെട്ടിക്കുറയ്ക്കുകയാണ്. ഇപ്പോൾ ഡിമാൻഡ് ഡ്രിവൺ സ്കീമാണ്. നിയമപ്രകാരം തന്നെ ആക്ട് അനുസരിച്ച് തന്നെ ആവശ്യപ്പെടുന്നവർക്കെല്ലാം ജോലി കൊടുക്കാൻ കേന്ദ്ര സർക്കാരിന് ഉത്തരവാദിത്തമുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ നിരവധി തവണ ഇപ്പോൾ ഈ 8.57 കോടി തൊഴിൽ ദിനം നമ്മൾ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ നിരവധി തവണ കേന്ദ്രത്തിന് കത്തയച്ചിട്ടുണ്ട്. കാരണം നമ്മൾ ഡിമാൻഡ് ഡ്രിവൺ ആണ്, നമ്മൾ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ഇപ്പോൾ 85.64 അനുവദിച്ചതിൻ്റെ 85.64% തന്നെ ലേബർ ബജറ്റ് പുതുക്കാൻ കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയത്തിന് കത്ത് നൽകി. ഒരു പ്രതികരണം ഉണ്ടായില്ല. 93.5% അധികരിച്ചപ്പോൾ വീണ്ടും ഒരു പ്രപ്പോസൽ കൂടി നൽകി. ഒരു പ്രതികരണവും ഉണ്ടായില്ല, ഒരു നടപടിയും സ്വീകരിച്ചില്ല. പിന്നെ നമ്മൾ പ്രിൻസിപ്പൽ സെക്രട്ടറി തലത്തിൽ, അതുപോലെ തന്നെ മിഷൻ തലത്തിൽ, ആദ്യം മിഷൻ തലത്തിൽ പിന്നെ പ്രിൻസിപ്പൽ സെക്രട്ടറി തലത്തിലൊക്കെ ഗ്രാമവികസന മന്ത്രാലയത്തിന് നമ്മൾ കത്തുകൾ നൽകിയിട്ടുണ്ട്. എംപവേർഡ് കമ്മിറ്റി മീറ്റിംഗ് ചേർന്നപ്പോൾ അവിടെയും നമ്മൾ ഈ പ്രശ്നം ഉന്നയിച്ചിട്ടുണ്ട്. ഒരു പ്രതികരണം ഉണ്ടായില്ല. ഒടുവിൽ മന്ത്രിതലത്തിൽ തന്നെ മന്ത്രി എന്ന നിലയിൽ കേന്ദ്ര ഗ്രാമവികസന വകുപ്പ് മന്ത്രിക്ക് കത്തയച്ചിട്ടുണ്ട്, ഇത് വർദ്ധിപ്പിച്ചു തരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു പ്രതികരണവും ഉണ്ടായിട്ടില്ല. അപ്പോൾ കേരളത്തിൽ നിന്നുള്ള MP-മാർ കൂട്ടായി വളരെ ഗൗരവത്തോടു കൂടി ഇടപെടേണ്ട വിഷയമാണ്. സംസ്ഥാനത്തിന് കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്ര പദ്ധതി ഇതാണ്. പക്ഷെ അതിൻ്റെ അവസ്ഥയാണ് ഈ പറയുന്നത്. ഇതിൽ കൂട്ടായിട്ടുള്ള സമ്മർദ്ദം ഉയർന്നു വരേണ്ടതുണ്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സർ, കേന്ദ്രത്തിൻ്റെ ഒരു പ്രഖ്യാപിത നയം പോലെയാണ് സർ ഈ പദ്ധതി ഘട്ടം ഘട്ടമായി ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് കേന്ദ്രം നടത്തിക്കൊണ്ടിരിക്കുന്നത്. സർ, അതോടൊപ്പം തന്നെ സർ, തൊഴിലുറപ്പ് തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം തൊഴിലിടങ്ങളിലെ നിബന്ധനകൾ കൂടുതൽ കർക്കശമായിക്കൊണ്ടിരിക്കുകയാണ് സർ. കേവലം 346 രൂപയാണ് അവർക്ക് കിട്ടുന്നത്. പക്ഷേ അവർ അധ്വാനം കൂടിക്കൊണ്ടിരിക്കുന്നു, കൂടുതൽ നിബന്ധനകൾ വരുന്നു. ഇത്തരം കാര്യങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഈ 346 രൂപ വർദ്ധിപ്പിക്കണമെന്ന് ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളൊക്കെ കേന്ദ്ര ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേരളവും അത്തരമൊരു നിർദ്ദേശം കേന്ദ്ര ഗവൺമെൻറ്റിന് മുന്നിൽ വെച്ചിട്ടുണ്ടോ? സർ, നിബന്ധനകളെല്ലാം അടിച്ചേൽപ്പിക്കുന്നത്, തുടർച്ചയായി പുതിയ പുതിയ നിബന്ധനകൾ കൊണ്ടുവരുന്നത് നേരത്തെ പറഞ്ഞതിൻ്റെ തുടർച്ചയാണ്. തൊഴിലുറപ്പിനെ ഒറ്റയടിക്ക് ഇല്ലാതാക്കാൻ, നിർത്തലാക്കാനാവില്ല. അപ്പോൾ ആസൂത്രിതമായിട്ട് അതിനെ അനാകർഷകമാക്കി മാറ്റുക
എന്നതാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന ഒരു സമീപനം. അപ്പം അതിനു വേണ്ടിയിട്ടാണ് ഈ നിബന്ധനകൾ അടിച്ചേൽപ്പിക്കുന്നത്. അതുകൊണ്ടാണ് തൊഴിൽ ദിനങ്ങൾ വെട്ടിക്കുറയ്ക്കുന്നത്. അതുകൊണ്ടാണ് കുടിശ്ശിക ദീർഘകാലം നിലനിർത്തുന്നത്. എടുത്ത പണിക്ക് കൂലി കിട്ടാത്ത സ്ഥിതി വരുമ്പോൾ പിന്നെ ആളുകൾക്ക് താല്പര്യമില്ലാതെ വരും. അപ്പം അങ്ങനെ വളരെ ആസൂത്രിതമായിട്ടുള്ളൊരു നീക്കം, ഇതിനെ അനാകർഷകമാക്കി ആളുകളെ ഇതിൽ നിന്ന് അകറ്റാനുള്ള നീക്കമാണ് കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കൂലിയുടെ കാര്യം പറഞ്ഞാൽ സർ, മിനിമം കൂലി കിട്ടുന്നില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. മിനിമം കൂലി കൊടുക്കേണ്ടതാണ്. ഇപ്പോൾ 3/3/2025 സംസ്ഥാന തൊഴിലും നൈപുണ്യവും വകുപ്പ് പുറപ്പെടുവിച്ചിട്ടുള്ള വിജ്ഞാപന പ്രകാരം കേരളത്തിലെ കാർഷിക മേഖലയിലെ തൊഴിലാളികൾക്ക് കഠിനമായ ജോലിക്ക് 830 കാഠിന്യം കുറഞ്ഞ ജോലിക്ക് 710 നിരക്കിലാണ് കുറഞ്ഞ കൂലിക്ക് ശുപാർശ ചെയ്തിട്ടുള്ളത്. തൊഴിലുറപ്പിൽ കേന്ദ്രം നിശ്ചയിച്ചിട്ടുള്ളത് 346. അപ്പോൾ കേരളത്തിൻ്റെ കാര്യത്തിൽ മിനിമം കൂലിയുടെ പകുതി പോലും കിട്ടുന്നില്ല എന്നതാണ് വസ്തുത. എന്നാൽ നമ്മളിവിടെ ചില വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 100 ദിവസം ജോലി എടുത്തവർക്ക് 1000 രൂപ മോണോ അലവൻസ് ഇന്ത്യയിൽ കേരളം മാത്രമാണ് അത് നടപ്പാക്കുന്നത്. ഇപ്പോൾ ട്രൈബൽ മേഖലയിൽ ട്രൈബൽ പ്ലസ് നടപ്പാക്കുന്നുണ്ട്. അങ്ങേക്ക് അറിയാവുന്നതുപോലെ 100 ദിവസം കേന്ദ്രം അനുവദിക്കുന്നത് നിയമത്തിൽ പറയുന്ന 100 ദിവസമാണ്. നമ്മൾ അധികം 100 ദിവസം തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ഫലമായിട്ട് ഈ പട്ടികവർഗ മേഖലയിൽ മാത്രം നമ്മൾ 19 കോടിയോളം രൂപ അധികമായിട്ട് കേരളത്തിൻ്റെ ട്രൈബൽ പ്ലസിൻ്റെ ഭാഗമായിട്ട് അവിടെ ലഭ്യമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കുറഞ്ഞ കൂലിക്ക് മിനിമം വേജസിന് അർഹതയുണ്ടെന്ന് 2011 കർണാടക ഹൈക്കോടതിയുടെ വിധിയുണ്ട്. എന്നാൽ ആ കർണാടക ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ അന്നത്തെ കേന്ദ്ര ഗവൺമെൻറ്, അങ്ങയുടെ UPA ഗവൺമെൻറ് തന്നെ പോവുകയാണ് ചെയ്തിട്ടുള്ളത്. ആ കർണാടക ഹൈക്കോടതി മിനിമം കൂലി കൊടുക്കണമെന്ന വിധിക്കെതിരായിട്ട് പാർലമെൻറ്റിൽ അന്നത്തെ ഗ്രാമവികസന വകുപ്പ് മന്ത്രി ജയറാം രമേശ് നൽകിയിട്ടുള്ള മറുപടിയുമുണ്ട്. അപ്പോൾ മിനിമം വേജസ് ആക്ട് പ്രകാരമുള്ള കൂലി കൊടുക്കണമെന്ന് നിരവധി പാർലമെൻ്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ശുപാർശയുണ്ട് സർ. പാർലമെൻ്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ നിരന്തരമായിട്ടുള്ള ശുപാർശകളുണ്ട്. ഇതിനു മുമ്പുള്ള കേന്ദ്ര ഗവൺമെൻറ്റും ഇപ്പോഴത്തെ കേന്ദ്ര ഗവൺമെൻറ്റും ഒക്കെ അത് അവഗണിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ 2013 കേന്ദ്ര സർക്കാർ തന്നെ UPA ഗവൺമെൻറ് തന്നെ നിയോഗിച്ച മഹേന്ദ്രദേവ് കമ്മിറ്റി ഓരോ സംസ്ഥാനങ്ങളിലും നിലനിൽക്കുന്ന മിനിമം കൂലി അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ നിശ്ചയിക്കുന്ന കൂലി ഏതാണോ കൂടുതൽ അത് കൊടുക്കണം എന്ന് ശുപാർശ ചെയ്തിട്ടുണ്ട്. അതും പാലിക്കപ്പെട്ടിട്ടില്ല. ഒരു കേന്ദ്ര ഗവൺമെൻറ്റും അത് പാലിച്ചിട്ടില്ല. ഇപ്പോൾ അഗ്രികൾച്ചറൽ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് പ്രകാരമാണ് കൂലി നിശ്ചയിക്കുന്നത്. അതിന് പകരം റൂറൽ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം കൂലി നിശ്ചയിക്കേണ്ടതെന്ന് മഹേന്ദ്രദേവ് കമ്മിറ്റിയുടെ ശുപാർശയുണ്ട്. ഈ ശുപാർശകളൊക്കെ അവഗണിക്കപ്പെട്ടിരിക്കുകയാണ്.